ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യയുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ ഒരേപോലെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യരുടെ ജീവിതവും അവരുടെ സുഖദുഃഖങ്ങളൊക്കെ നേരിൽ കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമാണ് കേരളത്തെയും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെയും ഒന്ന് വിലയിരുത്തി കാണാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് കേരളം എങ്ങനെയാണ് വേറിട്ടൊരു സംസ്ഥാനമായിക്കൊണ്ട് ഇന്ത്യയിൽ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ജാതിയും മതവും കൊടികുത്തി വാഴുകയാണ്. മതേതരത്വം എന്നൊരു വാക്കിന് തന്നെ അവിടെ പ്രസക്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. മിക്കപ്പോഴും താടി തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും മനുഷ്യനെ സംബന്ധിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു വെല്ലുവിളിയാണ്. താടി ഒരു മതത്തിൻ്റെ പ്രതീകമാവുകയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും എന്നുള്ള ഒരു അവസ്ഥ സംജാതമായി നേരിട്ട അനുഭവമുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു മതജാതി ചിന്തകൾക്ക് അതീതമായി കൊണ്ടുള്ള സെക്കുലർ കാഴ്ചപ്പാട് നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. ആ ഒരു സെക്കുലർ കാഴ്ചപ്പാട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കേരളത്തിലെത്തുന്ന പ്രമുഖരായുള്ള വ്യക്തികൾ പോലും കേരളത്തെ നമിക്കാൻ തയ്യാറാകുന്നത്. ഇത് ഒരു വശം മാത്രമാണ്. മറുവശത്താണെങ്കിൽ വികസനത്തിൻ്റെ ഓരോ മേഖല എടുത്തു നോക്കിയാലും വിപ്ലവകരമായ ഒരു മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും കാണാവുന്ന രീതിയിലുള്ള വികസനമാണ് കേരളത്തിൽ ഇന്ന് സംജാതമായി നമുക്ക് കാണാനായിട്ട് കഴിയുക. സ്കൂളുകളുടെ കാര്യമായാലും കോളേജുകളുടെ കാര്യമായാലും മൊത്തം വിദ്യാഭ്യാസ രംഗം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും 21-ാം നൂറ്റാണ്ടല്ല 22-ാം നൂറ്റാണ്ടിലൊക്കെ കാണാവുന്ന ഒരു കേരളമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാലിക്കൂടുകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാലയങ്ങളാണ് അവിടെ കാണാൻ കഴിയുക. ഹെൽത്ത് സെന്റർ എന്നുള്ളതൊന്നും വടക്കേ ഇന്ത്യക്കാർക്ക് കേരളത്തിൽ വന്നുകൊണ്ട് കണ്ടാൽ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശോചനീയമായ അവസ്ഥയാണുള്ളത്. അങ്ങനെ എല്ലാ രംഗത്തും ഹൈടെക് രീതിയിലുള്ള സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ കേരളം കൈവരിച്ചിട്ടുള്ള ഒരു നേട്ടം എന്നുള്ളത് അതിശയിപ്പിക്കുന്നതാണ്. യാതൊരു തർക്കവുമില്ല. ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സാങ്കേതിക വികസന രംഗത്തായാലും പൊതുഗതാഗത രംഗത്തായാലും IT മേഖലയിലായാലും ഒക്കെ ഉണ്ടായ നേട്ടങ്ങൾ അത് എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ എവിടെയും അവസാനിക്കാത്തതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വികസനം 10 വർഷം കൊണ്ട് കേരളത്തിൽ നാം നേടിയെടുത്ത വികസനത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു കേരളത്തെ പരിശോധിക്കുമ്പോൾ മാത്രമാണ് എവിടെയായിരുന്നു കേരളം, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന സർക്കാരിന് മാത്രമാണ് ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പൊതുമേഖലാ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയൂ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ച, അടച്ചുപൂട്ടിക്കൊണ്ട് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പുനരുദ്ധരിച്ചുകൊണ്ട് ലാഭത്തിലെത്തിച്ചുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നോക്കിയാൽ അറിയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റഴിച്ചുകൊണ്ട് ലാഭം കൊയ്യാനും വൻകിട കുത്തകൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളം അങ്ങനെയല്ല. കേരളം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പൊതുമേഖലയുള്ള മറ്റ് സംവിധാനങ്ങളെയും മുഴുവൻ ചേർത്ത് പിടിക്കും പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമകരമായ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സാമൂഹ്യ സേവന പെൻഷനുകൾ തന്നെ ഒരു വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും ഇടതുപക്ഷ സർക്കാരിൻ്റെ കയ്യൊപ്പ് എത്തിപ്പെടാത്ത സ്ഥലമില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്നെങ്കിലും എടുത്ത് ഇവിടെ നിങ്ങൾ വീഴ്ച വരുത്തിയെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഈ പുരോഗമന ഇടതുപക്ഷ സർക്കാരിനുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രളയകാലത്തായാലും കോവിഡ് കാലത്തായാലും ഉരുൾപൊട്ടൽ കാലത്തായാലും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ആ ഈ ഒരു ഇച്ഛാശക്തി മുൻ ഭരണാധികാരികൾക്ക് ഒരിക്കലും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ നമുക്ക് കൂടുതൽ മികച്ചതാക്കുന്നതിനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി ഈ ഇടതുപക്ഷ സർക്കാരിന് 3-ാം ഊഴം നൽകേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷ സെക്കുലർ ചിന്താഗതിയുള്ള മുഴുവൻ ജനങ്ങളും കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.